Welcome back, my dear students, on a new lecture on basic topology. So, previous lecture, നമ്മൾ ഒരു ടോപ്പോളജിയുടെ സബ്സ്പേസിൻ്റെ ബേസ് ആൻഡ് റിലേറ്റിവൈസിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഓൺ ദ സബ്സെറ്റ്സ്. ഒരു ടോപ്പോളജി അതിൻ്റെ സബ്സെറ്റിലേക്ക് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് അതിൻ്റെ ഒരു സബ്സെറ്റിലേക്ക് വീണ്ടും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് ഇക്വലൻ ടു സെയിങ് ദാറ്റ് ഫസ്റ്റ് ടോപ്പോളജി ഈസ് ബീങ് റെസ്ട്രിക്റ്റഡ് ഓൺ ടു ദ തേർഡ് സെറ്റ്. അങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ചു. Now it is quite natural to ask if X2 is a topology which is defined on X and Y is a subset of X. Now Y tau restricted to Y is a topology or subspace topology of X2. Now what are the properties which X2 has which is transformed onto this subspace? സോ എക്സ്റ്റോ എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അതിൻ്റെ സബ്സ്പേസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ദീസ് ആർ ടു ഡിഫറെൻറ്റ് ടോപ്പോളജീസ്. ഒന്ന് എക്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ടോപ്പോളജിയാണ്. ഈ ടോപ്പോളജി ടോയെ വൈയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത പുതിയൊരു ടോപ്പോളജിയാണ് ദിസ് ടോപ്പോളജി, സബ്സ്പേസ് ടോപ്പോളജി. Now the natural question is എക്സ്റ്റോയ്ക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ പ്രോപ്പർട്ടി ഇതിനുണ്ട്? വൺ പ്രോപ്പർട്ടി ഈസ് എക്സ്റ്റോ മെട്രിസബിൾ ആണെങ്കിൽ, നമ്മൾ വളരെ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമേ പഠിച്ചുള്ളൂ. എക്സ്റ്റോ മെട്രിസബിൾ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം എ മെട്രിക് ഡി ആണെങ്കിൽ ക്യാൻ വി സേ ദാറ്റ് ദിസ് ഈസ് ഓൾസോ മെട്രിസബിൾ. ഓക്കെ. അനദർ പ്രോപ്പർട്ടി ഈസ് എക്സ്റ്റോ സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ can we say that its subspace topology is also second countable. So ഇങ്ങനെ ഉള്ള ചില ചോദ്യങ്ങളുണ്ടാകും. Actually there are some properties which is actually being transformed from a space onto a subspace. ഒരു സ്പേസിൽ നിന്ന് അത് സബ്സ്പേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചില ക്ലാസ് ഓഫ് പ്രോപ്പർട്ടീസ് കാണും. ഓക്കെ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഹെറിഡിറ്ററി പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. സോ when a topological space has a particular property, then every subspace of that topology also has that property. Such properties are called hereditary properties of a topological space. So we can formally define them. So a property of a topological space is said to be hereditary if whenever a space has that property, then so does every subspace of it. A topological property ഹെറിഡിറ്ററി ആണെന്ന് പറയണമെങ്കിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസിന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസിനും ഓൾസോ ദാറ്റ് സെയിം പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. സോ നമ്മുടെ ചോദ്യം ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഈസ് അവർ പ്രോപ്പർട്ടി മെട്രിസബിൾ ഈസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. അതായത് ഒരു സ്പേസ് മെട്രിസബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസും മെട്രിസബിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് സെക്കൻഡ് കൗണ്ടബിലിറ്റി ഈസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. അതായത് സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസും സെക്കൻഡ് കൗണ്ടബിൾ ആണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ദീസ് ആർ സം പ്രോപ്പർട്ടീസ് ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ്. ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ ചില പ്രോപ്പർട്ടീസ് ആണ്. ഇതല്ലാതെ കോമ്പാക്ട്നെസ്, കണക്റ്റഡ്നെസ്, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ടോപ്പോളജിക്കൽ സ്പേസിന്. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള അതിൻ്റെ ഹെറിഡിറ്ററി നേച്ചറാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് സെക്കൻഡ് കൗണ്ടബിൾ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്റ്റോ എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ ബേസ് ആണ് ബി എങ്കിൽ ദെൻ വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ ബേസ് ആണ് ബി റെസ്ട്രിക്റ്റഡ് ടു വൈ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നൗ ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ ബേസ്. ഓക്കെ, സോ എക്സ്റ്റോ സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ ദിസ് ബേസ് consists of countable number of elements. Now ഈ ബേസിൻ്റെ അകത്ത് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളെങ്കിൽ ഈ ബേസിൻ്റെ അകത്തെ ഓരോ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് ബി റെസ്ട്രിക്റ്റഡ് ടു വൈക്ക് അകത്ത് ഓരോ എലമെൻറ്റും ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളെങ്കിൽ ഇതിൻ്റെ അകത്തും കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിൻ്റെ അകത്തെ ഓരോ ബിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ബി ഇൻ്റർസെക്ഷൻ വൈ ഡിഫൈൻ ചെയ്തിട്ടാണ് ബി റെസ്ട്രിക്റ്റഡ് ടു വൈ is a base of the topological space tau restricted to y എന്ന് പറയുന്നത്.
സോ ഇതിൻ്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ് തന്നെ ബി റെസ്ട്രിക്റ്റഡ് ടു വൈക്കകത്തുണ്ടാകും. സോ ഇതിൻ്റെ അകത്ത് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളെങ്കിൽ ഈ ബേസിൻ്റെ അകത്തും കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. So if x tau is second countable, meaning it has a countable base, then tau restricted to y also, which has the base called b restricted to y, also has a base consisting of exactly the same number of elements as p. Since this is countable, this can also be countable, which means that tau restricted to y is countable, second countable. Okay, so x tau second countable ആണെങ്കിൽ y tau restricted to y second countable ആയിരിക്കും. So this can be formally stated as a theorem which states that, okay, so the result is second countability is a hereditary property, which means that ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസും സെക്കൻഡ്സ് കൗണ്ടബിൾ ആണ്. So the proof is quite simple. Let the space x tau be second countable, which means it has a countable base. Let script b be its countable base. Okay, now let y tau restricted to y, where y is subset of x, be an arbitrary subspace of x. The arbitrary subspace ആണ് y tau restricted to y. Then by theorem നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് അതിൻ്റെ സമ്മറിയാണ് പറയുന്നത്. ഇഫ് ബി ഇസ് എ ബേസ് ഫോർ സ്ക്രിപ്റ്റ് ബി ബേസ് ഫോർ എക്സ് tau, then b restricted to y is a base for y tau restricted to y. Okay, so ഇതൊരു നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. Since b is a base, we can say that by this theorem b restricted to y is a base for tau restricted to y. tau restricted to y ക്കകത്തെ ഒരു ബേസ് ആണ് എന്ത് b restricted to y. സാധാരണ y tau restricted to y. And b restricted to y has same number of elements as b. Since b ക്കകത്തും b restricted to y ക്കകത്തും exactly same number of elements ഉള്ളൂ. Since the reason, define a bijection from b to b restricted to y. This is f defined as f of b is equal to b intersection y. ഇങ്ങനെ ബൈജക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഓരോ ബിയെയും ബി ഇന്റർസെക്ഷൻ വൈയിലോട്ട് മാപ്പ് ചെയ്യുന്നു. ക്ലിയർലി 1 ആണ്, 2 ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് എഫ് ബിന്ന് ബി റെസ്ട്രിക്റ്റഡ് ടു വൈയിലേക്കുള്ള ബൈജക്ഷൻ ആണ്. സോ ബിക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് തന്നെ ബി റെസ്ട്രിക്റ്റഡ് ടു വൈക്കകത്തുണ്ട്. സോ സിൻസ് ബി ഈസ് കൗണ്ടബിൾ implies b restricted to y is countable. Okay, so ഇത് countable ആണ്. So which means that y tau restricted to y has a countable base, meaning y tau restricted to y is second countable. Okay, so we have established this. നമ്മൾ എക്സ് ടു എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസ് എടുത്തു. അത് സെക്കൻഡ് കൗണ്ടബിൾ ആയതുകൊണ്ട് അതിനൊരു കൗണ്ടബിൾ ബേസ് ഉണ്ട് ബി. നമുക്കൊരു ആർബിട്രറി സബ്സ്പേസ് എടുത്തു y tau restricted to y. അത് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ് കൗണ്ടബിലിറ്റി
ഹെർഡിറ്ററി ആവും. കാരണം ഈ സ്പേസിനുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആർബിട്രറി സബ്സ്പേസിനും ആ പ്രോപ്പർട്ടി ഉണ്ട്. സോ അത് പ്രൂവ് ചെയ്യേണ്ടത് ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ ബേസ് എന്ന് പ്രൂവ് ചെയ്യണം. സിൻസ് ബി ഇസ് എ ബേസ് ഓഫ് എക്സ് ടോ ഇംപ്ലൈസ് ബി റെസ്ട്രിക്റ്റഡ് ടു വൈ ഇസ് എ ബേസ് ഫോർ വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ. ഇനി ബിക്കകത്തും ബി റെസ്ട്രിക്റ്റഡ് ടു വൈക്കകത്തും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. സിൻസ് there exists a bijection from B to B restricted to Y. Okay. So B countable ആയതുകൊണ്ട് B restricted to Y is countable. B restricted to Y is a base. So it has a countable base, which means that Y tau restricted to Y is second countable. So X tau second countable ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസും second countable ആണ്, which means that second countability is a hereditary property. Hereditary property. Okay. Now നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് മെട്രിസബിലിറ്റിയെ കുറിച്ചാണ്. മെട്രിസബിൾ ഹെർഡിറ്ററി പ്രോപ്പർട്ടി ആണ്. അതായത് ഒരു സ്പേസ് മെട്രിസബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസും മെട്രിസബിൾ ആണ്. ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ക്യാൻ ബി ഫോർമലി സ്റ്റേറ്റഡ് ആസ് എ തിയറം. Metrizability is a hereditary property. So which means that X2 എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഒരു മെട്രിക്കിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസും ഒരു മെട്രിക്കിൽ നിന്ന് തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ദാറ്റ്സ് വാട്ട് വി വാണ്ട് ടു പ്രൂവ്. ഓക്കെ, മെട്രിസബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് മെട്രിസബിൾ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻഡ്യൂസ്ഡ് ഫ്രം എ മെട്രിക്. സോ മെട്രിസബിലിറ്റി ഹെർഡിറ്ററി പ്രോപ്പർട്ടി ആണെന്ന് പറയണമെങ്കിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് മെട്രിസബിൾ ആകുമ്പോൾ അതിൻ്റെ എല്ലാ സബ്സ്പേസും മെട്രിസബിൾ ആയിരിക്കും. സോ വിച്ച് മീൻസ് ദാറ്റ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഈസ് ഇൻഡ്യൂസ്ഡ് ഫ്രം എ മെട്രിക് ആണെങ്കിൽ അതിൻ്റെ സബ്സ്പേസ് ഷുഡ് ഓൾസോ ബി ഇൻഡ്യൂസ്ഡ് ഫ്രം some other metric. That's what we need to establish. So the proof is, so first assume that X tau be a topological space which is metrizable. That X tau is metrizable. That is, X tau is induced from a metric D. Let Y be a subset of X and let E be the restriction of the metric D onto Y cross Y. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്നൊരു സെറ്റ് ഇതാണ്, അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് വൈ. എക്സ് ക്രോസ് എക്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തൊരു മെട്രിക് ആണ് ഡി. ഓക്കെ, ഡിയെ ഞാൻ അതിൻ്റെ സബ്സെറ്റായ വൈ ക്രോസ് വൈയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, ചുരുക്കുന്നു. സോ ഡി എന്ന് പറയുന്ന അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക് ആണ് ഇ. സോ ഇ ഈസ് ആക്ച്വലി ഡി തന്നെയാണ് വിച്ച് ഈസ് റെസ്ട്രിക്റ്റഡ് ഓൺ ടു വാട്ട് വൈ ക്രോസ് വൈ. സോ ഡിയുടെ എല്ലാ പ്രോപ്പർട്ടീസും ഇക്ക് ഉണ്ടാവും. ഓക്കെ, ഡി നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഈ നോൺ നെഗറ്റീവ് ആയിരിക്കും. ഡിക്ക് നമുക്ക് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ എങ്കിൽ ഇക്കും ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഡിക്ക് അകത്തെ എല്ലാ വാല്യൂസും അതിനെക്കാട്ടിലും ചെറിയ സെറ്റിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അപ്പോൾ കിട്ടിയതാണ് ഇ. സോ ഡിയുടെ വാല്യൂസ് തന്നെയാണ് ഇ. ദ ഓൺലി തിങ് ഈസ് വി ആർ റെസ്ട്രിക്റ്റിംഗ് ഓൺ ടു എ സബ്സെറ്റ്. ഓക്കെ, സോ ഡിയുടെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള positivity, symmetricity and triangle inequality can also be satisfied by E. So which means that E is a metric on Y cross Y. Okay. Now നമുക്ക് എക്സ്റ്റോ മെട്രിസബിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് Y. അപ്പോൾ അവിടെ വൈ ക്രോസ് വൈക്ക് അതൊരു മെട്രിക്കും കിട്ടി. നൗ വി ക്ലെയിം ദാറ്റ് അവർ ക്ലെയിം ഈസ് ഇ ഇൻഡ്യൂസസ്
a topology tau restricted to y on y. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്റ്റോ മെട്രിസബിൾ ആണെങ്കിൽ അത് ഡി എന്ന് പറയുന്ന മെട്രിക്കിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ ഒരു സബ്സ്പേസ് ആണ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ. അത് ഇ എന്ന് പറയുന്ന മെട്രിക്കിൽ നിന്ന് വരുന്നതാണ്. സോ വിച്ച് മീൻസ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ഈസ് ഓൾസോ മെട്രിസബിൾ. സോ എക്സ്റ്റോ മെട്രിസബിൾ ആകുമ്പോൾ അതിൻ്റെ സബ്സ്പേസ് മെട്രിസബിൾ ആണ്. വിച്ച് മീൻസ് മെട്രിസബിൾ ഇസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. സോ ഈ ക്ലെയിം പ്രൂവ് ചെയ്താൽ വി ഹാവ് ഡൺ അവർ ജോബ്. നൗ വൈ എന്ന് പറയുന്ന സബ്സെറ്റിൻ്റെ അകത്തൊരു മെട്രിക് ഉണ്ട് ഇ. ആ മെട്രിക് എന്തായാലും ഒരു ടോപ്പോളജിയെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, എവറി മെട്രിക് ജനറേറ്റ്സ് എ ടോപ്പോളജി ഓർ ഇൻഡ്യൂസസ് എ ടോപ്പോളജി. ലെറ്റ് ദാറ്റ് ടോപ്പോളജി ബി യു. ലെറ്റ് യു ബി ദ ടോപ്പോളജി induced by what? E on y. അപ്പോൾ യു മെട്രിക്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടോപ്പോളജിയാണ്. ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയും ഈ മെട്രിക്കിൽ തന്നെ വൈക്ക് അത് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ്. സോ വി വിൽ പ്രൂവ് ദാറ്റ് യു ഈസ് ഈക്വൽ ടു ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പ്രൂവ് ചെയ്ത് നമുക്ക് ആൻസർ ആയി. കാരണം യു നമ്മൾ ഇ എന്ന് പറഞ്ഞ മെട്രിക്ക് വൈക്ക് അത് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ്, മെട്രിക് ടോപ്പോളജിയാണ് യു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ജനറേറ്റ് ചെയ്യുന്ന മെട്രിക് ടോപ്പോളജി ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്നാണ്. സോ യുവും ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ അകത്തെ എല്ലാ ഓപ്പൺ സെറ്റുകളും ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്തെ എല്ലാ ഓപ്പൺ സെറ്റുകളും ഇതിൻ്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ് ബി ഡി XR and BE XR be the open balls with respect to the metric D, E respectively. നമുക്കിവിടെ രണ്ട് മെട്രിക് ഉണ്ട്. രണ്ട് മെട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ ബോൾസിന് ബി ഡി എക്സ് ആർന്നും ബി ഇ എക്സ് ആർന്നും. ഇപ്പൊ ഡി ജനറേറ്റ് ചെയ്യുന്ന ഓപ്പൺ ബോൾസ് വിത്ത് സെന്റർ എക്സ് ആൻഡ് റേഡിയസ് ആർ ആണ് ബി ഡി എക്സ് ആർ. ഇ ജനറേറ്റ് ചെയ്യുന്ന ഓപ്പൺ ബോൾ വിത്ത് സെന്റർ എക്സ് ആൻഡ് റേഡിയസ് ആർ ഈസ് ബി ഇ എക്സ് ആർ. ഓക്കെ, നൗ ഈ ബി ഇ എക്സ് ആർ എന്ന് വെച്ചാൽ ആക്ച്വലി ഡി തന്നെ വൈ ക്രോസ് വൈയിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. അതായത് ഈ ഓപ്പൺ ബോളിനെ വൈയിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബി ഇ എക്സ് ആർ എന്ന് പറയുന്നത്. സോ ബി ഇ എക്സ് ആർ ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇ എക്സ് ആർ ക്യാൻ ബി റിട്ടൺ ആസ് പി ഡി എക്സ് ആർ ഇന്റർസെക്ഷൻ വൈ ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് വൈ ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, കാരണം നമ്മൾ ഈ ഡി എന്ന് പറയുന്ന മെട്രിക്കിനെ തന്നെ എങ്ങോട്ട് വൈ ക്രോസ് വൈയിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആക്ച്വലി ഇ എന്ന് പറയുന്ന മെട്രിക്. സോ ഇക്കകത്തെ എല്ലാ ഓപ്പൺ ബോളും ഡിക്കകത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ ബോൾ ഇന്റർസെക്ഷൻ വൈ എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, ഈ ഫോമിൽ വരുന്ന എല്ലാ ഓപ്പൺ സെറ്റുകളും സോ ബി ഡി എക്സ് ആർ ബിലോങ്സ് ടു ടോ. ഓക്കെ, സോ ബി ഇ എക്സ് ആർ എന്ന് പറയുന്ന ഈ ഓപ്പൺ ബോൾ വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക് ഇ ഈസ് ആക്ച്വലി ഈസ് ഓഫ് ദ ഫോം ആൻഡ് ഓപ്പൺ സെറ്റ് വിച്ച് ഈസ് ഇൻ ടോ ഇന്റർസെക്ഷൻ വൈ. ഈ ഫോമിലുള്ള എല്ലാ സെറ്റുകളുമാണ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈക്കകത്തെ മെമ്പേഴ്സ്. സോ ബി ഇ ഈസ് ഓഫ് ദ ഫോം ആൻഡ് ഓപ്പൺ സെറ്റ് യു ഇന്റർസെക്ഷൻ വൈ. ദാറ്റ് ഓപ്പൺ സെറ്റ് ഈസ് ബിലോങ്സ് ടു ടോ. കാരണം ഇതൊരു ഓപ്പൺ ബോൾ ആണ് വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക്. ഓപ്പൺ ബോൾസ് എല്ലാം ടോയ്ക്കകത്തെ മെമ്പറാണ്, ഓപ്പൺ ബോൾസ് എല്ലാം ഓപ്പൺ സെറ്റുമാണ്. സോ ബി ഇ എക്സ് ആർ ഈ ഫോമിലായതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ക്ലിയർലി വിച്ച് ഇംപ്ലൈസ് ബി ഇ എക്സ് ആർ ഈസ് ആക്ച്വലി എ മെമ്പർ ഓഫ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ. നൗ സിൻസ് യു ഈസ് ദ മെട്രിക് ടോപ്പോളജി induced by E, the collection of open balls
open balls BEXR forms a base. Open balls ആണ് metric topologyയുടെ base. Okay. Now BEXR is actually a member of tau restricted to Y. Since that is ഇത് base ആയതുകൊണ്ട് BEXR is a member of U. Now BEXR-നെ BDXR intersection Y എന്നുള്ള ഫോമിലാണ് എഴുതിയത്. So BEXR belongs to tau restricted to Y. So which implies BEXR belongs to tau restricted to Y. Okay. So ബേസിൻ്റെ അകത്തെ ഓരോ മെമ്പറും യുവിൻ്റെ അകത്തെ ബേസിൻ്റെ അകത്തെ ഓരോ മെമ്പറും എവിടെയുണ്ട്? tau restricted to Yക്കകത്തുണ്ട്. യുവിൻ്റെ അകത്തെ ഓരോ മെമ്പറിനെയും ഈ ടോപ്പോളജിക്കകത്തെ ഓരോ മെമ്പറിനെയും ഈ ബേസിസിന്റെ എലമെന്റ്സിന്റെ യൂണിയനായിട്ട് എഴുതുന്നത്. ബേസിസ് മെമ്പേഴ്സ് തന്നെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ യൂണിയനും ഇതിൻ്റെ അകത്ത് കാണും. സോ വിച്ച് മീൻസ് ദാറ്റ് യുവിൻ്റെ അകത്തെ ഈച്ച് മെമ്പർ ഈസ് ബിലോങ്സ് ടു tau restricted to Y. കാരണം ഇതിന്റെ ബേസ് തന്നെ കംപ്ലീറ്റ്ലി ബിലോങ്സ് ടു ദിസ്. കാരണം ബേസിന്റെ അകത്ത് ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു. ദാറ്റ് ആർബിട്രറി എലമെന്റ് ബിലോങ്സ് ടു tau restricted to Y. ഓക്കെ, ഈ ബേസ് ആണ് യുവിനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ബേസ് തന്നെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും ഇതിൻ്റെ അകത്ത് കാണും. സോ വിച്ച് മീൻസ് ദാറ്റ് യു ഈസ് എ സബ്സെറ്റ് ഓഫ് tau restricted to Y. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യു ഈസ് ഈക്വൽ ടു tau restricted to Y എന്നാണ്. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. This is equation number 1. U subset of tau restricted. We can more formally say this collection is called B, and B belongs to U implies B belongs to tau restricted to Y. That's it. അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. Now we have to prove the inverse part, that is tau restricted to Y is a subset of U. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഓപ്പൺ സെറ്റ് എടുത്താൽ അത് യുവിൻ്റെ അകത്തെ മെമ്പർ ആണെന്ന് പ്രൂവ്. കോൺവേഴ്സ്ലി, നമുക്ക് tau restricted to Y ക്കകത്ത് ഒരു ഓപ്പൺ സെറ്റ് ഇതിൻ്റെ അകത്ത് യുവിൻ്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ലെറ്റ് G be an open set in tau restricted to Y. Tau restricted to Y ക്കകത്തെ എല്ലാ ഓപ്പൺ സെറ്റും is of the form some H intersection Y. So G is of the form H intersection Y, where H is a member of tau. Now H എന്ന് പറയുന്നത് ടോയ്ക്കകത്തെ ഒരു ടോപ്പോളജി, ഒരു മെമ്പറാണ്. Tau is induced from a metric D. Okay. So for each Y belongs to G implies Y belongs to H and Y belongs to capital Y. So Y belongs to H implies, okay, H ഒരു ഓപ്പൺ സെറ്റ് ആണ് in tau, which means that ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഈ എച്ചിൻ്റെ അകത്തെ ഒരു പോയിന്റ് കിട്ടി, ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ ബോൾ ഉണ്ടാകണം. ആ ഓപ്പൺ ബോൾ ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ H. That's the definition of open balls. So that is, there exists an Ry, it depends upon Y, greater than 0, such that Y element of BYRY BD with respect to the metric D. കാരണം H belongs to tau is induced from this metric D, and this is completely a subset of H. Okay, so ഞാൻ ഇവിടുത്തെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് I found an H, an open ball. Okay, now Y belongs to BDYRY and Y belongs to Y as well. So Y belongs to BDRY intersection Y, which is a subset of H intersection Y, which is equal to G. Okay, so which means that Y belongs to BDYRY intersection Y, which is a subset of G. Okay, ഇതിനെയാണ് നമ്മൾ BE എന്ന് കൊടുത്തത്. So Y belongs to BE of
ry which is contained in G. സോ ജിക്കകത്തെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഫൗണ്ട് an open ball with respect to E such that that open ball is fully contained in G. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ബോൾ ഉണ്ട്. സോ G can be written as thus G is equal to union of all such open balls. Union Y belongs to G BE of Y RY, where BE of Y RY is an open ball centered at Y, radius RY with respect to the metric E. Okay, so which means that G എന്ന് പറയുന്നതിനെ നമ്മൾ എന്തിൻ്റെ ഓപ്പൺ സെറ്റിൻ്റെ യൂണിയൻ ആയിട്ട് മെട്രിക് ടോപ്പോളജിക്കകത്തെ ഓപ്പൺ സെറ്റിൻ്റെ ഈ എന്ന് പറയുന്ന മെട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആണ് ഇപ്പോൾ ജി ആയിട്ട് എഴുതിയത്. ഓക്കെ, ദാറ്റ് ഈസ് ജി ഈസ് ദ യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് with respect to the metric topology E on Y. Okay, the open balls and open sets and രണ്ട് പറഞ്ഞാൽ സെയിം ആണ്. സോ ജി ഈസ് ദ യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക് ഇ. ഓക്കെ, ഈ ഓപ്പൺ സെറ്റുകളെല്ലാം യുവിൻ്റെ അകത്തെ മെമ്പറാണ്. ഓക്കെ, കാരണം യുവിൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകൾ ഈ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഓപ്പൺ ബോൾസും യുവിൻ്റെ അകത്തുണ്ട്. കാരണം യു എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് എ ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ജനറേറ്റഡ് ബൈ ദ മെട്രിക് ഇ. അപ്പോൾ അതിൻ്റെ അകത്തെ ഈ ഓപ്പൺ ബോൾസുകളെല്ലാം ഈ ജനറേറ്റ് ചെയ്യുന്ന ഓപ്പൺ ബോൾസ് ആണ്. ആ ഓപ്പൺ ബോൾസ് എല്ലാം യുവിൻ്റെ അകത്തുണ്ട്. ആ ഓപ്പൺ ബോൾസുകളുടെ എല്ലാം യൂണിയൻ ആണ് ജി എന്ന് പറയുന്നത്. സോ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ BE ഓഫ് Y RY യുവിൻ്റെ അകത്തെ മെമ്പറാണ്. സോ അതിൻ്റെ യൂണിയനും യുവിൻ്റെ അകത്തെ മെമ്പറാണ്. സോ G is the union Y element of G. BE of Y RY belongs to what? U. കാരണം എന്താണ്? BE of Y RY belongs to U. And U is a topology which is closed under arbitrary union. So നമ്മൾ തുടങ്ങിയത് G is a member of tau. G is an open set in tau restricted to Y എന്നാ തുടങ്ങിയത്. That is G belongs to tau restricted to Y implies G belongs to U. Okay, കാരണം G ഇങ്ങനെയാണ് എഴുതിയത്, which is the union of open balls of U. യുവിൻ്റെ അകത്തെ ഓപ്പൺ ബോൾസിൻ്റെ യൂണിയൻ ആണ് which belongs to U. So G belongs to U. ഓക്കെ, അപ്പോൾ tau restricted to Yക്കകത്തെ ഓരോ ഓപ്പൺ സെറ്റും യുവിൻ്റെ അകത്തുണ്ട്. ദാറ്റ് ഈസ് tau restricted to Y is a subset of what? U. This is equation number 2. From equation number 1 and 2, tau restricted to Y is actually U. നമ്മൾ യുവിനെ ഡിഫൈൻ ചെയ്തത് is the topology induced by the metric E. ഓക്കെ, ഇപ്പോൾ E എന്ന് പറയുന്ന മെട്രിക് ഇൻഡ്യൂസ് ചെയ്യുന്ന ടോപ്പോളജിയാണ് യു. ഇപ്പോൾ യു ഈസ് ഈക്വൽ ടു tau restricted to Y എന്ന് കിട്ടിയാൽ tau restricted to Y is a topology induced by a metric. That is, tau restricted to Y is metrizable. tau restricted to Y metrizable ആണെന്ന് കിട്ടി. നമ്മൾ തുടങ്ങിയത് x tau is metrizable implies its arbitrary subspace Y tau restricted to Y is metrizable. So ഒരു സ്പേസ് മെട്രിസബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സ്പേസും മെട്രിസബിൾ ആണ്, which means that metrizability is a hereditary property. So metrizabilityയും ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഇത് ഒരു സ്പേസ് മെട്രിസബിൾ ആണെങ്കിൽ അത് സബ്സ്പേസ് മെട്രിസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ അകത്ത് മെട്രിസബിൾ ആകുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷനും പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റോ മെട്രിസബിൾ ആണെങ്കിൽ എക്സ്റ്റോയ്ക്കകത്ത് ഒരു ടോപ്പോളജി ഒരു മെട്രിക് ഉണ്ട് ഡി.
നമ്മളൊരു സബ്സെറ്റ് വൈ എടുക്കുന്നു, നമ്മൾ ഈ മെട്രിക്കിനെ വൈയിലേക്ക് ചുരുക്കുന്നു, വൈയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അപ്പൊ നമുക്കൊരു പുതിയ മെട്രിക് കിട്ടും ഇ. ആ മെട്രിക് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജീസ് ആണ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ഈ ടോപ്പോളജി മെട്രീസബിൾ ആണ്, അതിന്റെ സബ്സ്പേസ് മെട്രീസബിൾ ആണെന്ന് മാത്രം പറയുകയല്ല ചെയ്യുന്നത്, അത് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എക്സ്റ്റോ എന്ന് പറയുന്നതിനകത്തെ ഒരു മെട്രിക് എടുത്താൽ ആ മെട്രിക്കിനെ സബ്സ്പേസിലോട്ട് വൈ ക്രോസ് വൈ എന്ന് പറയുന്ന സബ്സ്പേസിലോട്ട് അതേ മെട്രിക്കിനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക് ഇയിൽ നിന്നാണ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് സബ്സ്പേസസ് ഫ്രം എ മെട്രീസബിൾ സ്പേസ്. ഒരു മെട്രീസബിൾ സ്പേസിൽ നിന്ന് സബ്സ്പേസ് ജനറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. So this is regarding hereditary property. So second countability and metricability are some properties which are hereditary. Thank you.